രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ട് ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുക അവിടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. എന്താ പറയുക, ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്. സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, വന്നിട്ടുണ്ട്. വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഋതപ്പനെ കാണാനായിട്ട് സുധിലയത്തിലേക്ക് കിച്ചു എത്തുന്നു. ഇടവേള എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇതുപോലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അമ്മയും മകനും തമ്മിൽ നല്ലൊരു കൂട്ടത്തല്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നതും. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലൊരു വ്ളോഗും കിച്ചു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുമ്പോൾ ഇന്നലെ നടന്ന സംഭവവിപുലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കുറച്ചധികം വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ പഴയ കണ്ടന്റായിട്ടുള്ള ശാരിക, രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും പുള്ളിക്കാരി വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല നല്ല അന്തസ്സായിട്ട് അടച്ച് ആക്ഷേപിച്ചിട്ടാണ് ആ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ വീഡിയോ മൊത്തം കണ്ടവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ അധികം നമുക്ക് നീട്ടി സംസാരിച്ച് ലാഗ് അടുപ്പിച്ച് കളയാതെ വീഡിയോയ്ക്കുള്ളിലേക്ക് തന്നെ പ്രവേശിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കുറേ നാളുകളായിട്ട് വല്ലപ്പോഴും മാത്രം വീഡിയോ ഇടുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പോൾ എനിക്ക് തരാനുള്ള ഹൈപ്പ് നിങ്ങൾ മാക്സിമം കൃത്യമായിട്ട് എനിക്ക് തന്നെ തരണം. അല്ലാതെ വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് അവന് ഹൈപ്പ് കൊടുത്ത് നിനക്ക് ഇനിയിപ്പോൾ എങ്ങനെ തരൂടാ എന്നുള്ള ചോദ്യം ഒന്നും ഇവിടെ കേൾക്കണ്ട. പറ്റുമെങ്കിൽ മര്യാദ ഹൈപ്പ് തന്നോളാം, ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ മൊത്തം കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. അങ്ങനെയെങ്കിലും ശിക്ഷ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ കിച്ചു പോകുന്നൊരു രംഗമുണ്ട്. ആ ഒരു രംഗത്തിൻ്റെ 2 ക്ലിപ്പിംഗ്സ് ഉണ്ട്. ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ പിള്ളേരെ ഇവിടെ വന്ന് അവൻ വിളിച്ചോണ്ട് പോയി കോട്ടയത്ത് ലുലുമോളിൽ അവിടെ പോയി ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് കറക്കാനൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഒരു കൊച്ചിനെ മാത്രമായിട്ട് കൊണ്ടുപോകുമ്പോൾ 2-3 പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അവിടെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ പിള്ളേരെ എല്ലാം കൊണ്ടുപോകണം. ഒരാളെ കൊണ്ടുപോയി പുള്ള മനസ്സല്ലേ, അപ്പോഴത്തേനും അവർക്ക് വിഷമം കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയതിന് ശേഷം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകാൻ നേരമുള്ള ചെറിയ ബൈറ്റ് ഉണ്ട്. അത് ഞാൻ ആദ്യം കേൾപ്പിക്കാം. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഒരു 3 നേരം, അപ്പം എനിക്ക് 3 നേരമായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആ രീതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോൾ 3 പേർക്കും കൂടെ വാങ്ങുന്നത്. അപ്പം അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേർക്ക് എന്തായാലും ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാൽ അവർ കൊണ്ടുവരണ്ട എടുക്കണ്ട എന്ന് പറയാനുള്ളതിന്റെ മെയിൻ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വീണ്ടും കൊണ്ടുപോയ സമയത്ത് എവിടെ എന്ന് വിളിക്കാനിടയുണ്ടായ സാഹചര്യം. പിന്നെ അമ്മയല്ലേ പിള്ളേരെ കൊണ്ടുപോകുമ്പോഴത്തേന് വിളിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു വീഡിയോയിലേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇവർക്കിടയിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ വീണ്ടും ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ട് വരുന്നതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റുള്ള കാര്യം. അങ്ങനെ വരുമ്പോഴത്തേന് നെഗറ്റീവായിട്ട് കൂടുതലും വരുന്ന ആർക്കായിരിക്കും? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ ആയിരിക്കും ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇതിനിടയിലേക്ക് വരുന്നത്. ഇനി ശാരിക മാം ഇതിനെപ്പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞിന്റെ പിതൃത്വം, അവരുടെ മൂത്ത മകനുമായിട്ടുള്ള വിഷയങ്ങൾ പെരുപ്പിച്ചു കാണുക, അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക, അങ്ങനെ അവരുടെ ഫാമിലിയെ പോലും തച്ചുടയ്ക്കാൻ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും. പ്രത്യാരോപണങ്ങൾ രേണു എന്തെങ്കിലും നീ നിന്റെ കാര്യം നോക്കടാ പോടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കുട്ടി പറയാറുള്ളൂ. പോടാന്നോ രേണുവോ? പോടേ രേണു അങ്ങനൊന്നും അല്ല പറയുന്നത്. നല്ല അന്തസ്സായിട്ട് നല്ല അസല് ചീത്തയാ വിളിക്കാറുള്ളത്. പോടാന്നോ? എനിക്കറിഞ്ഞൂടാ പോടാന്നൊക്കെ എപ്പോഴാ പറയുന്നതെന്ന്. ഇന്നെല്ലാം കൂടെ വന്നിട്ട് ഏതോ മൈരെന്നൊക്കെ വിളിക്കുന്ന ഒരു വീഡിയോ ചേച്ചിയോട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയതേ ഉള്ളൂ. വെള്ളം അടിക്കാണോ? അടിച്ചോ? കുഴപ്പമൊന്നുമില്ല. എന്തായാലും കഥാപ്രസംഗം നല്ല അതിഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ രേഷ്മ പി തങ്കച്ചിന്റെ ലൈഫ് നശിപ്പിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുടെ ഒരു നമ്മളെയാണല്ല മച്ചമ്പി, നമ്മളെയല്ല ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും രേണു സുധിക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയം റിയാക്ട് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ ആ ഡേ ഇന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് വളരെ അർജന്റായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് തന്നെ രേണു സുധിയുടെ ആ ഒരു വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് വെച്ചത്. അതാണ് ശാരിക. പവറായിരിക്കണം, പവർഫുൾ ആയിരിക്കണം. ഇലക്ഷന് നിൽക്കാൻ ഞാൻ എന്തായിരുന്നു കിടിലം, അടിപൊളി തിരക്കുകളൊക്കെ മാറ്റി വെച്ച് വന്നിറങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇത് വലിയ സംഭവമായിരിക്കും. ഇത് സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് ചർച്ച ചെയ്യുക മാത്രമല്ല, ANN ചാനല്, അനി, CNN, പിന്നെ ഏതൊക്കെ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള
എല്ലാത്തിനകത്ത് ഇത് വമ്പൻ ചർച്ചയായിട്ട് വരുന്നൊരു കാര്യമായിരിക്കും. നാഷണൽ ഇഷ്യൂ ആവാൻ വരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഫുൾ തിരക്കുകളുമാണ് ശാരിക മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. പറയാൻ വാക്കുകളില്ല. ബലേബേഷ് വീഡിയോ ഞാൻ കണ്ടു, ഒരു 7 മണിക്കൂർ മുതലിട്ടൊരു വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഞാൻ വിഷയം ഇതാ അവസാനിപ്പിക്കുന്നു. ഫൈനൽ വീഡിയോ ഓഫ് രേണുസുതിയെ കുറിച്ച് അവർ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന അവസാനത്തെ വീഡിയോ ആണ് എന്നാണ് അവര് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി, ഓ പാവം രേണു, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി ഒരു പക്ഷേ ഇനി നിന്റെ ജീവിതം അതെന്തിനാ പാവം രേണു നീ രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്താഗതി? അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾക്ക് ഉള്ളതുകൊണ്ടല്ലേ അവര് വീഡിയോ അവസാനിപ്പിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും രക്ഷപ്പെട്ടെന്നല്ലോ എന്നൊരു ചിന്താഗതി വരുന്നത് അല്ലേ? നാവ് കള്ളാൻ പറയത്തില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ഒന്ന് ലോക്കാവുന്നത്. എന്നാൽ വെള്ളം അടിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. എന്നാൽ ഈ വീഡിയോക്കകത്ത് മൊത്തം അപരാധങ്ങളും രേണുവിന് എന്നെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരം, മാർവലസ്. ഇങ്ങനെ പിച്ചി ചീന്താൻ വരാൻ, പുറകെ വന്ന് കടിച്ചു കീറാൻ, അതായത് പേപ്പട്ടിയേക്കാളും മാരകമായ മനസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചാനൽ ഉണ്ടാക്കി ഒരു ക്യാമറയും തുറത്തു വെച്ചുകൊണ്ട് എന്തും പറയാൻ, കൾച്ചർ ഇല്ലാത്ത എന്തും പറയാൻ തരം താണൊരു വ്യക്തി ഇനി ഇല്ല, ഇനി തൻ്റെ പുറകെ വരില്ല. അതൊരു സന്തോഷ വാർത്തയല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദിവസം തന്നെയാണ് ഞാൻ രേണുസുതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടിയിട്ടൊന്നും അവസാനം ഈ വിഡോ ഒക്കെ ഉള്ളതായാലും തന്നെ ആ വിഡോയുടെ പ്രതിനിധി ഒന്നും ആക്കാനായിട്ട് ഇരിക്കല്ലേ. വിഡോയുടെ പ്രതിനിധിയാക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ല. നല്ല രീതിയിൽ വിഡോ ആയിട്ട് തന്നെ നിൽക്കുന്നവരെ ഒരിക്കലും അവരെ പ്രതിനിധിയാക്കാം. അല്ലാതെ ബിഗ് ബോസിൽ പറഞ്ഞ ഡയലോഗുകളൊന്നും ഇനി ഇറക്കല്ല. അതൊക്കെ അങ്ങ് മാറ്റണം. അതൊക്കെ പഴങ്കഥയായിട്ടും പഴഞ്ചൊല്ലായിട്ടും ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ചേട്ടന്മാരെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. വീണ്ടും അതിന്റെ വാലയെ പിടിച്ച് തൂങ്ങി അത് പറ്റ മഹത്വൽക്കരിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന തീട്ടമാണെങ്കിലും അത് വളരെ നല്ല പുണ്യമായ ഒരു തീട്ടമാണെന്നും അത് ജനങ്ങൾക്ക് ചന്ദനക്കുറിയായിട്ട് തൊടാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നൊന്നും പറഞ്ഞ് നമ്മുടെ ഇടയിലോട്ട് കൊണ്ടുവന്നിട്ട് വളരെ ഗംഭീരമായിട്ടൊന്നും വേണ്ട, പൊറോട്ടയും ബീഫ് കറി മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അത് കഴിച്ചിട്ട് പൊക്കോണം. കണ്ടല്ലോ, അല്ലാതെ മൂക്കുന്നപ്പിപ്പൊക്കോ. വ്ളോഗേഴ്സ് ഉണ്ട്, അവർ എന്നെയും ഒരു കാലത്ത് ചീത്ത വിളിച്ചിരുന്നവരാണ്. ഞാനിപ്പോൾ ആ പരിപാടികൾക്കൊന്നും പോകാത്തതുകൊണ്ടാണ് ചീത്ത വിളി ഇപ്പൊ തുടങ്ങും. ചീത്തവിളി ഇപ്പൊ തുടങ്ങും. ഇത് പബ്ലിഷ് ചെയ്ത് ഉടനെ ചീത്തവിളി തുടങ്ങും. അത് നമ്മളെ മച്ചമ്പി നമ്മൾ തമ്മിൽ ചെറിയൊരു പരിപാടി നമ്മളൊന്ന് കോർത്തിട്ടുണ്ടായിരുന്നു. കോർത്ത ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. ചേച്ചിയുടെ വീഡിയോ 1300 പേര് കണ്ട്, എൻ്റെ വീഡിയോ 60,000-70,000 ആൾക്കാർ കണ്ട്. അതുകൊണ്ട് കൊമ്പ് കോർത്തുകൊണ്ട് പിന്നെ കൊമ്പ് പൊങ്ങി ഇങ്ങോട്ട് വന്നില്ലെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. പിന്നെ അത് അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചു. അല്ല, രണ്ടാമതൊരു വീഡിയോ ഇട്ടു. ശരി, രണ്ടാമത് എനിക്കൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ 3000 പേരെ കണ്ടാന്ന് തോന്നുന്നു കണ്ട്. അപ്പൊ ഞാനും ഒരു വീഡിയോ ചെയ്തു. അതെനിക്ക് 50,000-60,000 കണ്ട്, അതും കണ്ട്. പിന്നെ ചേച്ചി കൊമ്പ് കോർക്കാനായിട്ട് വന്നില്ല. പല കാര്യങ്ങളും അങ്ങോട്ട് സംസാരിച്ചപ്പോഴത്തേന് കൊമ്പടിഞ്ഞ് പോയതാണോ അതോ ഇനി കൊമ്പ് സീസണിലെ പൊക്കത്തുള്ളതെന്നും എനിക്കറിയത്തില്ല. നമ്മളെയാണ് മച്ചമ്പി. എന്നെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർക്കെതിരെ ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ല, അല്ലാതെ ഇവിടെ പോയി അങ്ങോട്ട് ഇരുന്നിട്ട് വേറൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല കാര്യമുണ്ട് നമുക്ക്. കാരണം തിരക്കുകളൊക്കെ മാറ്റി വെച്ച് വന്ന് നിൽക്കുമല്ലോ നമ്മൾ. പിന്നെ തിരക്കാനും ആരും ഇല്ലാത്തത് കൊണ്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തിരക്കുകൾ മാറ്റി വെച്ച് നാഷണൽ ഇഷ്യൂ, ബഡ്ജറ്റ് അവതരണം പോലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ വായിൽ നിന്നും എന്താണ് വരുന്നതെന്ന് കേൾക്കാനും കാണാനും പറയാനും വേണ്ടിയിട്ട്. എന്തായാലും ആയിക്കോട്ടെ. തെറുത്താത്ത ഇത് തുടർന്നിരുന്നെങ്കിൽ രേണുസുതിക്ക് അവരുടെ പിതൃത്വം തെളിയിക്കേണ്ടി വന്നേനെ. സുധിയുടെ കൊച്ചിന്റെ പിതൃത്വം, കിച്ചുവിന്റെ പിതൃത്വം, രേണുസുതിയുടെ അച്ഛന്റെ അമ്മയുടെയും പിതൃത്വം, രേണുസുതിയുടെ ചേച്ചിയുടെ പിതൃത്വം, രേണുസു ചേച്ചിയുടെ അവിടെ വെച്ച് മാത്രം നിർത്തല്, അയൽവക്കക്കാരുടെയും അവരുടെ അച്ഛന്മാരുടെ പിതൃത്വം കൂടെ തെളിയിക്കുന്നതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വളരെ നല്ലൊരു കാര്യം. പക്ഷെ എന്തായാലും അമ്മച്ചി ഇച്ചിരി പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ തെറുത്താത്ത അങ്ങ് ഇട്ടിട്ട് പോവാന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല താത്തമ്മച്ചി, ഞാൻ കരുതിയില്ല. പക്ഷെ പലരും പറയുന്നുണ്ട് ശാരീരികമൊന്നും കാണുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഇന്റർവ്യൂവിന്റെ സെഗ്മെന്റിന്റെ ഒരു ഭാഗം ഞാൻ പബ്ലിഷ് ചെയ്തു. അയ്യോ, ഇന്റർവ്യൂവർ ഇതൊന്നും അറിഞ്ഞില്ലേ, അവർ സബ്സ്ക്രിപ്ഷനിൽ തുണി അഴിച്ച് കാണിക്കുന്നു, തുണി പറിച്ചാടുന്നു എന്നുള്ള കുറെ ആരോപണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിന്റെ എന്താ കുഴപ്പം? എന്താ ചേച്ചി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ രേണുസുതി കാണിക്കുന്നത് നല്ലതെന്നാണോ ചീത്തയെന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിപ്പയർ അല്ലാത്തതുകൊണ്ടായിരിക്കും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. ബിഗ് ബോസിലെ തന്നെ വേറൊരു എക്സ് കണ്ടസ്റ്റന്റ് ക്ലീവേജ് കാണിക്കുന്നു, തൈസ് കാണിക്കുന്നു, ബാക്ക് കാണിക്കുന്നു, സ്ലീവ്ലെസ് ഇടുന്നു, വളരെ നൈസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു. അവർ വിഡോ ആണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? അവരുടെ ഹസ്ബൻഡ് ആണ് അവർക്ക് പുണ്യം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാറുണ്ടോ?
അല്ലെങ്കിൽ അവര് ഈ പറയുന്ന രീതിയിൽ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷൻ വർക്ക് അവരെടുത്ത് ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം ഇതുപോലെ നൈസ് ഡ്രസ്സും ക്ലീവേജും അതും ഇതുമൊക്കെ കാണിക്കുക കൊടുക്കുകയും ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണ് എല്ലാവരും എടുത്ത് എല്ലാവരും ചെയ്യേണ്ടത്. ഇവർക്കെതിരെ മാത്രം ചെയ്യാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ പിന്നെ നമ്മൾ വഴിയെ പോകുന്നതിന് നീ എന്തിനാണ് ക്ലീവേജ് കാണിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മളെ അടിയേറിട്ടത്തില്ലേ, അമ്മ ഞങ്ങൾക്കെതിരെ കേസ് വരത്തില്ലേ, എന്തോ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ കാര്യം. പക്ഷെ എന്നാലും അങ്ങനെ തുണിയഴിച്ച് കാണിക്കുന്നത് നല്ല കാര്യമല്ല എന്നറിയാം ശാരികയ്ക്ക് അല്ലേ? ഓക്കെ നൈസ്. കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട് ജണ്ടുമാല ബൊക്കെ. അത് സത്യമായിട്ടും അത് ശാരിക ഇത്രയധികം വിഷമമുള്ളത് കൊണ്ടാണ് പറയുന്നത്. കാരണം ഇവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 4, 3, 7 കമന്റ്, അതിനകത്ത് 4 കമന്റ് ഇവർ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 എണ്ണം ആരെങ്കിലും കൈ തട്ടിയിട്ട കമന്റും ആയിരിക്കും. അതിൽ ഒരെണ്ണമാണെങ്കിൽ നീ നിർത്തിയിട്ട് പൊടി എന്നായിരിക്കും. അതുകൂടെ കാണുമ്പോഴത്തേന് പിന്നെ ബാക്കിയുള്ളവർക്ക് രക്തഹാരം, മാല, ബൊക്ക, പൂച്ചണ്ടൊക്കെ കാണുമ്പോഴത്തേന് ഇച്ചിരി കലിപ്പൊക്കെ തോന്നൂടാ. അതൊന്നും വിഷയമൊന്നുമില്ല. നിങ്ങൾ പറയാ മരങ്ങൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ രേണുസുതി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് ബോഡി ഷെയിം അല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഇനി മെന്റലാണോ അതോ വിവരം കൂടിയതാണോ ഒന്നും അറിയുന്നില്ല. എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. ശരീരം എന്ന് പറയുന്ന ഭാഗം ആ കൊച്ചിന് ഇല്ലാന്ന്. പിന്നെ എന്താ തോട്ടിക്കകത്ത് തുണി ചുറ്റിയാണോ നടക്കുന്നേ? എന്താ പറയുന്നത്, അവളോട് തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ആരും തപ്പാനും വരുന്നില്ല. ഒക്കെ പറഞ്ഞത് ഇവരാ, എന്റെ കൂട്ടുകാരിയാ. ദൈവമേ, മനസാ വാച കർമ്മണ, നമ്മളാരും അറിയാത്ത കാര്യമാണ്. നമ്മളൊന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ട് പോലും ഇല്ല. പക്ഷെ കൂട്ടുകാരി കൂടെ നടന്ന കൂട്ടുകാരിക്ക് വരെ അക്കാര്യത്തിൽ ഒരു ഡൗട്ട്. നോക്കാം നമുക്ക്. എനിക്ക് നോക്കൊന്നും വേണ്ട, അറിയാതെ തന്നെ അതിന്റെ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയി നോക്കാന്ന്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ തള്ളച്ചി അങ്ങനെ തള്ളച്ചിയും കൂടെ ഒന്ന് പറ. നല്ല ശരീരവും നല്ല എന്താ പറയുക ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കേറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക, എല്ലാ അങ്ങനെ അല്പവസ്ത്രധാരി. അപ്പം അല്പവസ്ത്രധാരികളായിട്ട് വരുന്നതും അല്പം പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഇനാഗുറേഷന് വരുന്നതും ഒരു പ്രശ്നമാണെന്ന് അറിയാം. നിങ്ങൾ മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, ആ സാധനം ഞാൻ ഇപ്പം അതിനകത്ത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കാണിച്ച എന്തോ കുഴപ്പം? അത് അവരുടെ പ്രിവിലേജ് അല്ലേ, അവരുടെ ഇതല്ലേ, മറ്റേതല്ലേ, മറിച്ചതല്ലേ എന്നൊക്കെ കിടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ കാര്യം എന്തൊരു പറ്റിയോ? തല തേങ്ങ വെള്ളക്ക വല്ലതും വന്ന് വീണോ? എന്താ പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്പവസ്ത്രധാരികൾക്കെതിരെ ഇങ്ങനെ വരാനായിട്ട്. അതോ അങ്ങനെ ഇടാൻ കഴിയാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ ആണോ? അതോ അങ്ങനെ ഇടാത്തത് കൊണ്ടാണോ? ഒന്നും നമുക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടണില്ല. നോക്കാം. എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. അല്ലാതെ രേണുസുതിനെ മാത്രം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ പുറകെ മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. എല്ലാവരെയും നിങ്ങൾ കുറ്റം പറയുന്നേ. എന്നിട്ട് അന്തസ്സായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. നാട്ടുകാരെ വിട്ടേക്ക്. ഈ വ്ളോഗേഴ്സ് ആണല്ലോ ഇതിന്റെ പുറകെ നടക്കുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. എവിടെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് കാക്കത്തൊള്ളായിരം ആൾക്കാർ എവിടെ? എവിടെ? എനിക്കറിയുന്നില്ല എവിടാന്ന്. എവിടെ ഉണ്ടാക്കെ ഉണ്ട്. ചേച്ചി എവിടെ വെച്ചവരെ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ബലമായ വിശ്വാസം കേട്ടോ. എന്നാലും ചേച്ചി നല്ല അടിപൊളിയായിട്ട് രേണുവിനെ ട്രോളി അവസാനിപ്പിച്ചിട്ടുണ്ട്. സപ്പോർട്ടാണ് ഉദ്ദേശിച്ചെങ്കിലും ട്രോളി അണ്ണാക്കിലടിക്കുന്ന അടിയാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ, കീപ് ഇറ്റ് അപ്പ്, കണ്ടിന്യൂ. ഇതാണ് വേണ്ടത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ആണ്. വെരി നൈസ്. ഇനി നമുക്ക് കിച്ചു ആ വീട്ടിലേക്ക് വന്നിട്ടുള്ള കാര്യം കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ഋതപ്പനെ കാണാനായിട്ട് പോവാണ്. എത്തിയിട്ടുണ്ട്. അറിയത്തില്ല, നോക്കാം. സർപ്രൈസ് വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സർപ്രൈസ് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. സംഭവം കഴിഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അത്തരത്തിൽ ഒരു അടിയും വഴക്കും ഉണ്ടായിരുന്നല്ലോ ഇവർ തമ്മിലുള്ള. അമ്മയുടെ കാര്യങ്ങൾ മകനോട് പറഞ്ഞിട്ടാണ് പറയുന്നതെന്ന് പറയുന്നതിന് എതിരെ മകനെ അറിയത്തില്ല, നമുക്കൊന്നും അറിയത്തില്ല, നമ്മളെ സപ്പോർട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതോടുകൂടിയാണെന്നല്ലോ കൊമ്പ് കോർത്തത്. അതിനുശേഷം ഒരു വിളിയും പറഞ്ഞു ഇല്ലാതിരുന്നിട്ട് ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് വരികയാണ് ഋതപ്പനെ കാണാനെന്ന്. എല്ലാവരും ഓട്ട് വീട്ടിൽ. അതാണ് സസ്പെൻസ്. വന്നിട്ടുണ്ട്.
കാറുണ്ടാ എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ നമ്മള് ഒരിക്കലും നമ്മൾ ടെൻഷൻ യവന്മാര് തന്നെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യട്ടാ. ഇവന്മാര് തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഇവന്മാര് തന്നെ ഓരോ സാധനങ്ങൾ ഇട്ടും വിടുക. ഇതൊക്കെ നമ്മൾ കാണും കേൾക്കുമ്പോഴത്തേന് രേണു എങ്ങാണോ ഈ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, രേണു എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ അത് രേണു തീർന്ന് സോഷ്യൽ മീഡിയയിൽ. പിന്നെ അല്ലേ പിള്ളേരെ കാര്യം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹലോ വലിയ അനക്കവും ചാഞ്ചാട്ടവും ഒന്നും ഇല്ലേ? അതിപ്പോ ചിലപ്പോ കുറെ കാണാതിരുന്ന് കണ്ടതുകൊണ്ടായിരിക്കാം. അത് ഇനി അമ്മ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് മോനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നോക്കാം. എന്ത് എവിടെ നീയാണോ വണ്ടി ഓടിക്കുന്ന? പിന്നെ അമ്മ എറണാകുളത്താണ്. അമ്മയെ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവർ പോകാനായിട്ടല്ലേ? ഓക്കെ അത് കുറച്ച് കേട്ട്. അങ്ങനെ പിന്നെ അവനെ കാറ് കയറ്റി ഇവർ കൊണ്ടുപോകുന്നു. എവിടെ കൊണ്ടുവന്ന് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കൊണ്ടുപോകുന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് വിടുന്നത്. നമ്മുടെ പ്ലാൻ ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി എന്താ അവിടെ രീതിയിൽ നിന്ന്. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇവര് പോവല്ലേ, നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ഒന്നിന് കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ അരിപ്പോ. പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മേനെ വിളിച്ച് പപ്പ എങ്ങനല്ലേ പറയത്തുള്ളു. കാരണം അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായില്ലേ. കിച്ചു സത്യങ്ങളൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേന് അമ്മ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളൊരു പുകപടലം ഉണ്ടായിരുന്നു. ആ പുകപടലം മൊത്തം മാറിപ്പോയില്ലേ. ജനങ്ങൾ തിരിച്ചിങ്ങോട്ട് മറിഞ്ഞില്ലേ. ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങൾ കൊണ്ട് മറിഞ്ഞില്ലേ. അപ്പൊ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ. എന്താ ഇഷ്ടായി പറയണത്? അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. ഹാപ്പിയായി അവന് ഹാപ്പിയായി. അമ്മ ഒരിക്കലും കൊണ്ടുപോകരുത് എന്തായാലും പറയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അമ്മയ്ക്ക് നെഗറ്റീവിലായിട്ട് മാത്രമേ ഇത് കറങ്ങി അടിക്കത്തുള്ളൂ എന്ന് അറിയാം. കാരണം ഇവൻ ഇത് വ്ളോഗ് ചെയ്യുമെന്നും അറിയാം. ഇവൻ ചിലപ്പോൾ വാ തുറന്നിട്ട് എവിടെങ്കിലും ഒരിടത്ത് ഇതിനെപ്പറ്റി പറയുമെന്നും അറിയാം. അതുകൊണ്ട് ആ ഒരു കാര്യം രേണു എന്തായാലും പറയത്തില്ല. ഇപ്പം ഒരുപാട് ആൾക്കാർ രേണുവിനെതിരെ തിരിഞ്ഞ് പല കാര്യങ്ങളും സംസാരിക്കുന്ന എടുക്കുന്നുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ രേണു കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങൾ അല്ലാതെ നമ്മൾ പോയിട്ടില്ല വിഡോളെ സെലക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ വിഡോളല്ലാത്ത ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ മറ്റേ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടോ അങ്ങനൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്നതും വീഡിയോ ആണെന്ന് പറയുന്നതും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രൊമോഷൻ എക്സ്ട്രാ ബൂസ്റ്റ് എന്ന രീതിയിൽ മഞ്ജുവായ ഭർത്താവിനെയും കുട്ടികളെയും കുടുംബക്കാരെയും ഒരു പുകപടലം കണക്കെടുത്ത് പിടിച്ച് അതിന്റെ മുന്നിലേക്ക് വെക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങൾ ഇവരെ പറ്റി സംസാരിക്കാനും എടുക്കാനും വീഡിയോ ചെയ്യാനും ഇടേണ്ട സാഹചര്യം. അത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി രേണു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രേണുവിനെതിരെ വീഡിയോസ് വരുന്നതിന്റെ ഒരു എണ്ണം കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് കുറയും. പിന്നെ രേണു സുധി എന്ന് പറയുന്ന ഒരു സാധനം കാണാനായിട്ട് യൂട്യൂബിൽ ആൾക്കാരുണ്ട്. അത് രേണു സുധിയുടെ നല്ലതല്ല. അത് രേണു മനസ്സിലാക്കി കഴിഞ്ഞാൽ രേണുവിന് കൊള്ളാം. അത് മനസ്സിലാക്കിയിട്ടുണ്ട് രേണു കേട്ടോ. അതുകൊണ്ടാണ് രേണു വീണ്ടും 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 നെഗറ്റിവിറ്റിയിലേക്ക് മാത്രം ചിന്തിക്കുകയും പോവുകയും നെഗറ്റീവ് കമന്റുകളെ മാത്രം പൊക്കിയെടുത്തുകൊണ്ട് അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇത്രയും വലിയ ലോക പ്രശസ്തി ആർജിച്ച് നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ഒരു ഗിനിക്കോഴിയെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഗിനിക്കോഴിയല്ലല്ലോ, എന്തോ അങ്ങനെ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന പക്ഷി ഏതാ? രാജ്യങ്ങളല്ല, ദേശം സഞ്ചരിക്കും, ദേശാടന പക്ഷി. അയ്യോ സോറി തെറ്റിപ്പോയ കട്ട് ചെയ്യത്തില്ല ഞാൻ. ഓക്കെ, അപ്പൊ അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ദേശാടന പക്ഷിയെ പോലെ നടക്കുന്ന ഇത്ര സെലിബ്രിറ്റി ലെവലിലേക്ക് രേണു സുധി അതൊക്കെ ഒന്ന് നോക്കി കണ്ട് ചെയ്യണമായിരുന്നു. അപ്പം ശരിയെന്നാ.